നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അറിയാം സാറേ, ഞങ്ങൾക്ക് ഇവിടെ നീതി കിട്ടണം. ഞങ്ങളുടെ മോളെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ ഞങ്ങൾ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കും. ഞങ്ങൾക്ക് പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്കിത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ഈ കേസിന്റെ സത്യാവസ്ഥ എന്ന് ഒന്ന് അറിയണ്ടേ? ഭാവനയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന് സൂര്യയ്ക്കും ജയനിർമ്മലയ്ക്കും ബോധ്യമായതുകൊണ്ടാണ് സാറേ കൃത്രിമ ഗർഭധാരണത്തിലൂടെ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. പക്ഷെ അതിനവര് ഞങ്ങളുടെ മോളെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല സാറേ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? മാനസ പറഞ്ഞു? ഇല്ല സർ, അവള് പറയില്ല. അവക്കിപ്പോ ഞങ്ങളെക്കാളും വലുത് ജയനിർമ്മലയാ. ഈ വിവരം ഞങ്ങൾ അറിഞ്ഞത് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടാ. ഓ, അതെന്താ നിങ്ങളെക്കാളും വലുത് ജയനിർമ്മലയാണെന്ന് പറഞ്ഞത്? അവർക്ക് കോടിയുടെ ആസ്തി ഉള്ളതല്ലേ സാറേ, ഞങ്ങള് പാവങ്ങളാ. എവിടെയും കാശാണല്ലോ സാറേ രാജാവ്. ഇവിടെ ഞങ്ങളുടെ മോളെയും കാശ് കാണിച്ചാണ് മനസ്സ് മാറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും സൂര്യയും ഭാവനയും ഇങ്ങനൊരു കൃത്യത്തിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരെ രണ്ടുപേരെയും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ന് കരുതി ഈ കേസ് ഫേക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. സാറേ, ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടാക്കി തരണേ സാറേ. വെയിറ്റ് ചെയ്യണം, ഞാൻ വിളിക്കാം. ഓ ശരി സാറേ. എന്താടാ, നീ ഇപ്പോഴും നിന്റെ അങ്കിളിനെ ആന്റിയെ കുറിച്ചാണ് ആലോചിക്കുന്നത്? അങ്കിളും ആന്റി, ഇനി എന്റെ നാവിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ല. രണ്ട് ദുഷ്ട ജന്മങ്ങൾ, അങ്ങനെ ഞാൻ കാണൂ. അല്ലെങ്കിലും ഇനി ആരാണ് അവരെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? പണ്ടേ ഞാൻ അവരെ പടിയടച്ച് മിണ്ടം വെച്ചതാ. നിന്നെയും നിന്റെ അമ്മയാ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയേ. എല്ലാത്തിനും അമ്മ തന്നെയാണല്ലോ കാരണം. ഇപ്പൊ മാനസയെ കൊണ്ട് ഇങ്ങനൊരു വേഷം കെട്ടിച്ചത് അമ്മ തന്നെയല്ലേ? നിന്റെ അമ്മയെ തിരുത്താനും നേരെയാക്കാനൊന്നും പറ്റില്ലടാ. അവൾക്കിപ്പോ എങ്ങനെയായാലും നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടണം. ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി ഞങ്ങളെ ബലിയാടാക്കണമായിരുന്നോ? ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഭാവന പറയുന്നത് അവര് നമുക്കെതിരെ കേസ് കൊടുക്കുന്ന. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നിക്കകളില്ലാതാവുമ്പോ അവരുടെ മുമ്പിൽ ചിലപ്പോൾ ആ വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവച്ച? മാനസ അവരുടെ മകളല്ലാതാവുന്നില്ലല്ലോ. മാനസ് ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമായിരിക്കും. പക്ഷെ എത്ര നാളെ അവളുടെ ജീവിതം നമ്മൾ കാരണം നഷ്ടപ്പെട്ടു എന്നല്ലേ എല്ലാരും പറയൂ. നിന്റെ അമ്മയ്ക്ക് അതൊക്കെ ചിന്തിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോ അവളിതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാ. എങ്ങനെയെങ്കിലും മനുഷ്യന് മനസ്സമാധാനം കളയണം, അത്രയേ ഉള്ളൂ. മാനസിക്ക് നിന്നോടും ഭാവനയോടുള്ള അറ്റാച്ച്മെന്റ് കൂടിപ്പോയി. അതുകൊണ്ട് മാത്രം ഈ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് അവൾ മനസ്സിലാക്കാത്ത. ഇനിയെല്ലാം വൈകിപ്പോയില്ലേ അച്ഛാ? നമ്മൾ ഈ ഒരു അറിഞ്ഞപ്പോ തന്നെ നല്ലതുപോലെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. മാനസിയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഉറപ്പായിട്ടും മറ്റു വഴികൾ അവർ ചിന്തിക്കാതിരിക്കില്ല. ഇത്ര കൃത്യമായിട്ട് എല്ലാം അറിയുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടാത്തത്. ഭാവന പറയുന്നത് ചിലപ്പോൾ അമ്മ തന്നെ ആയിരിക്കും ഇതിന് പിന്നിലെന്ന്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ പറയാൻ പറ്റില്ല. ഒരു സംഭവം നടന്നാല് പിന്നെ അതിന്റെ അവസാനം അറിയാൻ പറ്റുള്ളൂ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ളത്. ഭാവനയ്ക്കാണെങ്കിൽ അഭിയുടെ പിൻബലം ഉണ്ടായിരുന്നു. ഇവിടെ മാനസയുടെ ഭാഗം പറയാൻ അവള് മാത്രമല്ലേ ഉള്ളൂ. സൂര്യ, മാനസ അവിടെ കരച്ചില്ല സൂര്യ. ആന്റി എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ സങ്കടം തീരുന്നില്ല. എന്തു പറ്റി? അച്ഛനെയും അമ്മനെയും നമ്മൾ ആട്ടിപ്പുറത്താക്കിയതിന്റെ വിഷമാണോ?
അതിലവൾക്ക് വിഷമമൊന്നുമില്ല അങ്കിൾ. അവരിനി വെറുതെ ഇരിക്കില്ലെന്ന് അവള് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്നെ വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത്. അവരിനി കേസിന് തന്നെ പോവും. അതെ അങ്കിൾ, നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നെന്നാ നോക്കേണ്ടത്. ചെയ്യാനൊന്നുമില്ല, മാനസിയെ ചേർത്ത് നിർത്തുക, അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ടെൻഷനാവുകയൊന്നും വേണ്ട. എന്തു വന്നാലും നിലത്തൂടിയല്ലേ വരൂ. അങ്ങേറ്റം പോയാൽ ചിലപ്പോൾ കോടതി കയറേണ്ടി വരും. അങ്കിള് ഇത് നിസ്സാരമായിട്ട് പറഞ്ഞു. പക്ഷെ കോടതി കയറേണ്ടി വരുന്നത് ഒരാളാവില്ല, നമ്മൾ എല്ലാവരും കയറേണ്ടി വരും. ആന്റിയാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അങ്ങനെ തന്നെ വേണം മോളെ, എന്നാലേ അവളൊന്ന് പഠിക്കൂ. ഇതൊക്കെ അവൾക്ക് നിസ്സാരമായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളേ. അങ്ങനെ എല്ലാം നമുക്ക് ബോധ്യപ്പെടണം. അവിടെയും അമ്മയുടെ അവസ്ഥ നമ്മൾ തന്നെ കാണണ്ടേ? അല്ലാതെ പിന്നെ നമ്മൾ എന്താടാ ചെയ്യില്ലേ? അങ്കിളെ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. മാനസിക്ക് ഇപ്പൊ വേണ്ടത് നമ്മുടെ ആശ്വാസ വാക്കുകളാ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വാ. അന്ന് നീ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നാ മോളെ. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയ്ക്കാണല്ലോ. അങ്ങനെ ഇപ്പൊ ആന്റിയെ മാത്രം കുറ്റക്കാരിയൊക്കെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആന്റി നോക്കിക്കോ, ഇനി ഈ പേരും പറഞ്ഞ് അച്ഛനും അമ്മയും കൂടി ഇങ്ങ് വരട്ടെ. ശരിക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏയ് എണീക്കണ്ട, കിടന്നോളൂ, കിടന്നോളൂ. മോളെ, നിന്റെ അച്ഛൻ നിനക്കറിയാലോ, അവനാണെങ്കിൽ ഒരർത്ഥമില്ലാത്തവനാ. ഇത് ആരോ അവനെ കീ കൊടുത്ത് വിട്ടതാവാനും സാധ്യതയുള്ളൂ. മാനസയുടെ മേലുള്ള അവകാശം അവർക്കുള്ളതുപോലെ മറ്റാർക്കും ഇല്ലെങ്കിലേ അതായിരിക്കും അവരുടെ ആയുധവും. മോളെ, മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാലും പറയാ, വെറുതെ മോള് ടെൻഷനാവരുത്. എന്തു വന്നാലും ധൈര്യമായിട്ട് നമ്മൾ നേരിടണം. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനം. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ ഒരു അവകാശവും ഇല്ല. അവരിപ്പോ രണ്ടറ്റവും പിടിവിട്ടാ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഉറപ്പായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാ. എന്നോട് ചോദിക്കുന്നവരോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയാം. എന്റെ അച്ഛന്റെ അമ്മയുടെയും ഒരു പ്ലാനിങ് ഇനി നടക്കില്ല സൂര്യ. അമ്മയ്ക്ക് എന്താ ഒന്നും പറയാനില്ലേ? അതെങ്ങനെ കാണും? ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് വന്ന് നിൽക്കണം. നിൽപ്പ് വേണ്ടില്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ ദേവേട്ടൻ പറയുന്നേ? എന്ത് ചെയ്തെന്ന് നിനക്കറിയില്ലേ?